വിജയം മുൻകാല തയ്യാറെടുപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു. തയ്യാറെടുപ്പ് ഇല്ലെങ്കിൽ പരാജയം ഉറപ്പാണ്. ഒരാൾ ഒന്ന് താഴ്ന്നു തരുമ്പോൾ നമ്മൾ വിജയിച്ചു എന്ന് കരുതരുത്. സത്യത്തിൽ നമ്മളാണ് പരാജയപ്പെടുന്നത്. കാരണം എല്ലാ ബന്ധങ്ങളുടെയും ആയുസ് കൂട്ടുന്നത് താഴ്ന്നു കൊടുക്കുന്ന മനസ്സാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും മനസ്സിൽ മായാതെ സൂക്ഷിക്കണം. ആഗ്രഹങ്ങളാണ് നമ്മളെ പലപ്പോഴും നേട്ടങ്ങളിൽ എത്തിക്കുന്നത്. മലയോളം ആഗ്രഹിക്കുക, എങ്കിലേ നമുക്ക് ചെറിയ കുന്നോളമെങ്കിലും ലഭിക്കുകയുള്ളൂ. നാവ് വളരെ ചെറുതും ഭാരം ഇല്ലാത്തതുമാണ്. എന്നാൽ അതിനെ നിങ്ങളെ പർവ്വതത്തേക്കാൾ ഉയരത്തിലെത്തിക്കാനും പാതാളത്തേക്കാൾ താഴെ എത്തിക്കാനും കഴിയും. നിങ്ങൾ ചോദിച്ച ഒരു കാര്യത്തെക്കുറിച്ച് മറ്റൊരാൾ മുഴുവനായും പറഞ്ഞു തന്നില്ല എങ്കിൽ നിശബ്ദത പാലിച്ച് അവരുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുക. എങ്കിൽ വീണ്ടും അവർ കൂടുതൽ കാര്യങ്ങൾ പറയും. ഒരാളുടെ പ്രവൃത്തിയും സംസാരവും നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് എങ്കിൽ അത്തരം ആളുകളെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ അവരോട് തർക്കിക്കാൻ നിന്ന് നമ്മുടെ വിലപ്പെട്ട സമയം കൂടി നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അപവാദങ്ങളെ ഒരിക്കലും ഭയക്കരുത്. നമ്മളെ അതുകൊണ്ടൊന്നും തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഇറങ്ങിത്തിരിച്ചവർ സ്വയം നിശബ്ദരാകും. സ്വയം തോൽക്കാതിരുന്നാൽ മതി. അവസാനിപ്പിക്കാൻ വളരെ വേഗം കഴിയുന്നതും തിരിച്ചു കിട്ടാൻ അതിലേറെ പ്രയാസമുള്ളതുമായ ഒന്നാണ് ബന്ധങ്ങൾ. ആരോടും പറയാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചില വ്യക്തിയോട് പറയുന്നത് അയാളോട് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അയാൾക്ക് നമ്മളെ മറ്റാരേക്കാളും നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. നിങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ കഴിയുമെങ്കിൽ ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത്. എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക. സത്യസന്ധമായി ആഗ്രഹിച്ച് അത് നേടിയെടുക്കുക. ഇതൊന്നും സ്വയമല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കുക. ഏത് സാഹചര്യത്തിലായാലും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാൻ മനസ്സിനെ അനുവദിക്കരുത്. ചതിക്കപ്പെടുകയാണെന്ന് തോന്നിയാൽ പിന്നെയും അവിടെ നിൽക്കാതെ അടുത്ത നിമിഷം തിരിഞ്ഞു നടക്കാൻ എല്ലാ മനുഷ്യർക്കും കഴിയട്ടെ. ജീവിതം എന്നത് സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. ദുഃഖത്തിൽ നിന്നും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ശ്രദ്ധ തിരിക്കാൻ ശീലിക്കുക. സന്തോഷത്തോടെ ഇരിക്കുക എന്നത് ഒരു ലക്ഷ്യമായി കാണുക. സുഖകരമായ കാര്യങ്ങൾ ആകർഷിക്കാം. രണ്ടു കാര്യങ്ങൾക്ക് ആരെയും നിർബന്ധിക്കരുത്. ഒന്ന് സ്നേഹവും മറ്റൊന്ന് ആരാധനയുമാണ്. രണ്ടും ഹൃദയത്തിൽ നിന്നുള്ളതാണ്. സാമൂഹിക ജീവിയായ മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിൽ പരസ്പരം സഹായം ചെയ്യേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. ആരെയും ആശ്രയിക്കാതെ ഒരാൾക്കും ജീവിക്കാനാവില്ല. നാം സ്വീകരിക്കുന്ന ഓരോ സഹായത്തിനും നന്ദിയുള്ളവരായിരിക്കുക. സഹതാപം പിടിച്ചുപറ്റി സഹായം സ്വീകരിക്കുന്നത് ഒരു മിടുക്കായി കാണാതിരിക്കുക. സഹായം സ്വീകരിക്കുന്നത് ഒരു അവകാശമായും കാണാതിരിക്കുക. കഴിവതും ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാം. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക എന്നത്. അഹങ്കാരം മറ്റുള്ളവരെ താഴ്ത്തി സന്തോഷം കണ്ടെത്തുന്നു. സംസ്കാരം സ്വയം താഴ്ന്ന് സന്തോഷം കണ്ടെത്തുന്നു. നമുക്കുള്ളത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. എല്ലാവർക്കുമുള്ളത് നമുക്കും ഉണ്ടാകണമെന്നില്ല. അതിനാൽ ഒരാളുടെ ഇല്ലായ്മയെ പരിഹസിക്കാൻ നാം ആരുമല്ല. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. കാരണം അനന്തരഫലങ്ങൾ നേരിടേണ്ടതും നമ്മൾ തന്നെയാണ്. ഒരു വ്യക്തി സ്വയം ആശ്രയിക്കണം. എന്നും തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യണം. കഷ്ടതകൾ ഉള്ള സമയത്ത് നിങ്ങൾക്ക് തുണയായി നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ മറ്റൊരാളും മുതിരില്ല. അതിനാൽ സ്വന്തം കഴിവ് വളർത്തിയെടുത്ത് ഉത്തരവാദിത്വങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യുക. അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്താൻ സഹായിക്കുന്നത്. അതിനാൽ ഭാവി ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് വിദ്യാഭ്യാസം എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ശക്തനാകുന്നത്. നഷ്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ നഷ്ടം സ്നേഹവും നേട്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് വിശ്വാസവുമാണ്. ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല. ഒരു അസ്തമയമുണ്ടെങ്കിൽ
തീർച്ചയായും ഒരു ഉദയവും ഉണ്ടാവും. അങ്ങനെയാണ് ജീവിതവും പ്രകൃതിയും നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കാത്തതിനെ ഉപേക്ഷിക്കാനുള്ള ധൈര്യം കണ്ടെത്തുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നിമിഷങ്ങളിലൊന്ന്.